കർത്താവിന്റെ പുതുനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തെക്കാൾ ഉത്തമമല്ലോ എന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത്. ഈ ഞായറാഴ്ച വൈകിട്ട് നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ വരുവാനിടയാണ്. അതൊക്കെ ആരാധനയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ അയലൂരിലും മറ്റുമൊക്കെ പ്രിയ ദേവദാസനോട് ചേർന്ന് പലർക്കും കടന്നു വരുവാനും ഒക്കെ ഇടയായെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളെല്ലാവരും ദൈവം ധന്യമായിട്ട് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ സന്നിധിയിൽ ആനന്ദത്തിന്റെയും കർത്താവിന്റെ സന്നിധിയിലെ സന്തോഷത്തിന്റെ പരിപൂർണതയും വലത്തു ഭാഗത്തു നിന്നും പ്രമോദങ്ങളും ഉണ്ട്. പ്രിയ സംഭാഷണമായിട്ട് 97 മുതലുള്ള പരിചയം എനിക്കുണ്ട്. ഹല്ലേലൂയ. എന്നാൽ പല സ്ഥലങ്ങളിലേക്ക് ഞാൻ മാറി പോവുകയും വീണ്ടും അടുത്ത ചില വർഷങ്ങൾക്ക് മുൻപ് ഒരുമിച്ച് കാണാനും സഹകരിക്കാനും ഒക്കെ കർത്താവ് ഇടയാക്കി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ടാണ് ചില ആഴ്ചകൾക്ക് മുൻപ് ദേവദാസൻ ഇപ്രകാരം ഒരു യോഗത്തെ കുറിച്ച് പറയുകയും അങ്ങനെ വന്ന് സംബന്ധിപ്പാനായിട്ട് എനിക്ക് മൗനമായിട്ട് വരുവാൻ ഇടയായി തീർന്നു. നിങ്ങളെ കാണുന്നത് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ചെറുപ്പക്കാർക്ക് വളരെ സന്തോഷമായി പാടി ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ് ആനന്ദിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പല സ്ഥലങ്ങളില് കർത്താവിന്റെ വേലയിലായിരുന്നു. ഇപ്പോൾ പാസ്റ്റർ പറഞ്ഞതുപോലെ കൊടനാവള ദേശത്തെ കർത്താവിന്റെ വേലയിൽ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ആയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ആഴ്ച ക്രിസ്ത്യാനികൾ കഷ്ടാനുഭവ ആഴ്ചയായിട്ട് ദ പാഷൻ വീക്ക് ഓഫ് ക്രൈസ്റ്റ് എന്ന നിലയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സമയം ആണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് എന്തായിത്തീർന്നു, നമുക്ക് വേണ്ടി എന്തായിത്തീർന്നു എന്ന് നമ്മളും ചിന്തിച്ച് വളരെ പ്രാർത്ഥനയോടെ തന്നെ നമുക്കും ആയിരിക്കാം. ഇവിടെ ശുശ്രൂഷിക്കുന്ന ബഹുമാന്യ ദേവദാസനെ ആദ്യമായിട്ടാണ് കാണാൻ പറ്റുന്നത്. കണ്ടതിൽ സന്തോഷമുണ്ട്. ഓർത്ത് ക്ഷണിച്ചതിൽ സന്തോഷം. പ്രൈസ് ദി ലോർഡ്. മറ്റെല്ലാ ദേവദാസ മക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഒരു സംഭാഷണത്തിലെ മകനാണെന്ന് മനസ്സിലായി. മരുമകള് ഒക്കെ ആയിരിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ദേവദാസൻ പറഞ്ഞതുപോലെ 97 ഞാൻ അയിരൂര് പോയി ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കാൻ ഇടയായി. ഞാൻ ഹരിയാനയിലെ ഗ്രേസ് ബൈബിൾ കോളേജിൽ പഠിക്കുകയും അവിടെ പാസ്സായിരിക്കുകയും ചെയ്തു. അതിനുശേഷം കേരളത്തിൽ വന്ന് കുടുംബസ്ഥനൊക്കെ ആയിട്ട് ദൈവത്തിനെ പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹം എനിക്ക് ഉണ്ടായി. അങ്ങനെ ഈ ദേവദാസന്റെ ബൈബിൾ സ്കൂളിനെ കുറിച്ച് എനിക്ക് കേൾക്കാനിടയായി. അങ്ങനെ അപേക്ഷിക്കുകയും തുടർന്ന് അവിടെ പോവുകയും പഠിക്കുകയും അതിനുശേഷം അവിടെ നിന്ന് മാറി അതിനുശേഷം പല സ്ഥലങ്ങളിൽ സഞ്ചരിക്കുകയും കർത്താവിന്റെ വേലയിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രസ്ഥാനത്തിൽ ഞാൻ ആയിരിക്കുന്നു. ദൈവത്തിനെ പഠിക്കാൻ വീണ്ടും ഡിഗ്രികൾ എടുക്കുവാനും പാസ്റ്ററായും അധ്യാപകനായും പ്രവർത്തിക്കാൻ കർത്താവ് ഇടയാക്കും. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഹല്ലേലൂയ ഒരു വചനം വായിച്ച് അതിൽ നിന്ന് ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു വാക്യം, ഇബ്രായലേഖനം 9-ാം അധ്യായം 27-ാം വാക്യം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് ഒരുക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ സഭയിലുള്ള വ്യക്തികൾക്ക് മാത്രമല്ല പുറത്തുള്ളവർക്കും മനസ്സിലാകുന്ന നിലയിലുള്ള ഒരു സന്ദേശമായിട്ടാണ് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ ദൈവാലയത്തിലായിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറയുന്ന കാര്യങ്ങൾ വളരെ പരിചയമുണ്ടായിരിക്കാം. എന്നാൽ നമ്മളെ പുറത്തു നിന്ന് കേൾക്കുന്ന വ്യക്തികൾക്ക് കൂടെ ഗുണകരമായി രക്ഷാകാരണമായി തീരുവാൻ തക്കവണ്ണം ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് പോകാനും ചിന്തിക്കാനും ഇടയാവട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെ പറയുന്നത് ഒരിക്കൽ മരിക്കുകയും മരണം. പ്രൈസ് ദി ലോർഡ്. മരണം എന്ന വാക്കിന്റെ അർത്ഥം ഹല്ലേലൂയ സ്തോത്രം വേർപാട്. നമ്മൾ മലയാളത്തിൽ തന്നെ പറയുന്നതുപോലെ വേർപാട് എന്നാണ്. ഹല്ലേലൂയ. വിട്ടുപിരിഞ്ഞു പോവുക എന്നുള്ളതാണ്. സ്തോത്രം. അപ്പോൾ ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ 3 വിധമായ മരണത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 3 വിധമായ മരണം. ദൈവത്തിന്റെ സ്തോത്രം. ഒന്നാമത്തെ മരണം പുസ്തകത്തിൽ നമുക്ക് കാണാനായി സാധിക്കുന്നു. അതിനെ ആത്മീക മരണം എന്നാണ് പറയുന്നത്. സ്തോത്രം. ദ സ്പിരിച്വൽ ഡെത്ത്. ഹല്ലേലൂയ. മരണം എന്നത് വേർപാട്, സെപ്പറേഷൻ ആണ്. ഹല്ലേലൂയ. ആത്മീയ മരണം എന്ന് പറയുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയതിനെയാണ് ആത്മീയ മരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദൈവമായ കർത്താവ് മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു. സ്തോത്രം. എന്നാൽ മനുഷ്യൻ പല സൂത്രങ്ങളെ കണ്ടുപിടിച്ചു വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിൽ ആക്കി
എല്ലാ വിധമായ സൗഭാഗ്യങ്ങളും അവർക്ക് കൊടുത്ത് അവരെ അവിടെ ആക്കാൻ ഇടയാണ്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ മനുഷ്യന് ആവശ്യമായ എല്ലാ സൗഭാഗ്യങ്ങളും ദൈവമായ കർത്താവ് ഒരുക്കിയിട്ടാണ് മനുഷ്യനെ സൃഷ്ടിക്കാനായിട്ട് ഇടയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ കർത്താവ് പല നിർദ്ദേശങ്ങൾ നൽകുന്നതിൽ ഒരു നിർദ്ദേശം ഇങ്ങനെയായി നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം മാത്രം നിങ്ങൾ തിന്നരുത്. ഹല്ലേലൂയ. തിന്നുന്ന നാളിൽ നിങ്ങൾ എന്ത് ചെയ്യും? മരിക്കും എന്ന് പറഞ്ഞു. സ്തോത്രം. സന്തോഷത്തോടെ അവർ ജീവിച്ചു. ദൈവവുമായുള്ള സൗഭാഗ്യത്തിൽ അവർ ജീവിച്ചു. ദിവസവും ദൈവം അവരുമായി സമ്പർക്കം പുലർത്തിയിരുന്നു. സന്തോഷത്തിന്റെ, നേരത്തെ പറഞ്ഞതുപോലെ കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയും കർത്താവിന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദവും ആനന്ദത്തിന്റെ ആ തിമിർപ്പ്. ഹല്ലേലൂയ. അവരങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ദുഷ്ടനായ പിശാച് അവിടെ വന്നിട്ട് അവരെ ദൈവിക ബന്ധത്തിൽ നിന്ന് അകറ്റിക്കളയുവാനായിട്ട് ചെയ്ത കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രൈസ് ദി ലോർഡ്. ദൈവമായ കർത്താവ് നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച് ആ കൽപ്പനയെ കുറിച്ച് മറ്റും ചോദിച്ച് ദൈവത്തിൽ നിന്ന് ആദാമിനെയും ഹവ്വയെയും അകറ്റിക്കളഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ വൃക്ഷഫലം, നന്മ തിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം, ഏദൻ തോട്ടത്തിന് നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. പ്രൈസ് ദി ലോർഡ്. തിന്നുന്ന നാളിൽ നിങ്ങൾ മരിച്ചോ? മരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തിന്നുന്ന നാളിൽ മരിക്കും എന്ന് പറഞ്ഞു. സ്തോത്രം. അങ്ങനെ അവർ മരിച്ചു. സ്തോത്രം. മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? സെപ്പറേഷൻ. സ്പിരിച്വൽ ഡെത്ത് ഈസ് സെപ്പറേഷൻ ഫ്രം ദി ലോർഡ്. ദൈവത്തിൽ നിന്നുള്ള ആ വേർപാടിനെയാണ് എന്ന് പറയുന്നത് ആത്മീക മരണം. ആത്മീയ മരണം. ഞാൻ നേരത്തെ പറഞ്ഞു 3 മരണം നമുക്ക് ബൈബിളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 1 ആത്മീയ മരണം, 2 ശാരീരിക മരണം, മറ്റൊന്ന് നിത്യമരണം. അതിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാം നന്നായി അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? വീണ്ടും പറയുന്നു, സെപ്പറേഷൻ. ഹല്ലേലൂയ. ആത്മീയ മരണം എന്ന് പറഞ്ഞാൽ ആത്മാവ് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥയാണ്. ഹല്ലേലൂയ. സെപ്പറേഷൻ ഫ്രം ദി ലോർഡ്, സോൾ ആൻഡ് സ്പിരിറ്റ് ആൻഡ് ബോഡി. മുഴു ആളത്തും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതിനെയാണ് എന്ന് പറയുന്നത് ഹല്ലേലൂയ ആത്മീയ മരണം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ റോമാലേഖനം അതിന്റെ 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നു, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ഉണ്ടായി. സ്തോത്രം. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും. സ്തോത്രം. പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് പാപം? പാപം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഗ്രീക്കിൽ ഹമാർട്ടിയ എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. ഹമാർട്ടിയ. ഹമാർട്ടിയ എന്നതിന് മിസ് ദ മാർക്ക് എന്നാൽ എന്താണ്? നിയമം വിട്ടു പോകില്ല, അതിന് വിട്ടു പോകില്ല എന്നൊക്കെയാണ് അതിനർത്ഥം. ദൈവമായ കർത്താവ് പറഞ്ഞു, തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. ഹല്ലേലൂയ. മനുഷ്യനെ സംബന്ധിച്ച് അവൻ ചെയ്ത പാപം എന്താണ്? അനുസരണക്കേട് എന്ന പാപം ആണ്. തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. പണ്ട് ആരോട് ഈ സമയത്ത് അവര് പറഞ്ഞത് കേട്ടു, പണ്ട് ആന്റി ഒരു ആപ്പിൾ പറിച്ച് നിന്നതാണോ അത്ര വലിയ കാര്യം? ആപ്പിൾ ആന്റി കഴിച്ചതല്ല പ്രശ്നം. ഇതെന്താണ്? തിന്നരുത് എന്ന് പറഞ്ഞത്, അരുത് എന്ന് പറഞ്ഞത് ചെയ്തതാണ് പാപമായി കാണുന്നത്. ബൈബിളിൽ നമ്മൾ ഒന്നാമതായി കാണുന്ന പാപം എന്ന് പറയുന്നത് അഹങ്കാരം ആണ്. അത് ലൂസിഫർ എന്ന് പറയുന്ന ആ ദൂതൻ ചെയ്ത പാപമാണ് അഹങ്കാരം, പ്രൈഡ്. സ്തോത്രം. ദൈവത്തോട് സമൻ, ദൈവത്തിന് മേഘോന്നതങ്ങൾക്ക് മീതെ അത്യുന്നതനോട് സമനാകും. പുസ്തകം 14-ാം അധ്യായം, യെശയ്യാവ് 28-ാം അധ്യായം, ഈ അധ്യായങ്ങളില് നമ്മുടെ അവിടെ ലൂസിഫറിനെ കുറിച്ച് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ അവന്റെ വീഴ്ച നിമിത്തം ആ സ്ഥാനത്തേക്ക് ദൈവമായ കർത്താവ് മനുഷ്യനെ സൃഷ്ടിക്കാൻ ഇടയാണ്. അപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ച് മനുഷ്യൻ ദൈവവുമായുള്ള സമ്പർക്കത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ട സാത്താൻ എങ്ങനെയും മനുഷ്യനും ദൈവവും തമ്മിലുള്ള സമ്പർക്കം മുറിക്കണമെന്ന്, ബന്ധം തകർക്കണമെന്ന് അവൻ വിചാരിച്ച് അങ്ങനെ
വളരെ സൂത്രശാലിയായ പാമ്പിൽ പ്രവേശിച്ചു എന്ന് നമുക്ക് അറിയാം. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിനും പറയുന്നു, മനുഷ്യനെ ദൈവം നേരുള്ളവനായി സൃഷ്ടിച്ചു, എന്നാൽ മനുഷ്യൻ പല സൂത്രങ്ങളെ പിന്നീട് കണ്ടുപിടിച്ച് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവവുമായുള്ള ദൈവത്തിൽ നിന്ന് അനുസരണക്കേട് കാണിച്ച് മറുതലിച്ച് മാറിപ്പോയ മനുഷ്യൻ. അപ്പോൾ പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമം ലംഘിക്കുക, അതിന് വിട്ടു പോകുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പോൾ മനുഷ്യൻ ചെയ്ത പാപം എന്താണ്? അനുസരണക്കേട് എന്ന പാപം. അത് നിമിത്തം മനുഷ്യരിൽ മരണം ഉണ്ടാവാൻ ഇടയാണ്, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി അന്യപ്പെട്ടു പോകാനിടയാണ്. സുവിശേഷത്തിന്റെ പ്രാധാന്യം ഇവിടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അന്യപ്പെട്ട് പോകാനിടയാണ്. ഒരു കാരണവശാലും ദൈവത്തോട് പിന്നെ അടുക്കാൻ മനുഷ്യന് കഴിയാത്ത അവസ്ഥയിലാണ്. ഹല്ലേലൂയ. മനുഷ്യനെ ദൈവം ഒളിപ്പിച്ചിരുന്നത് ദൈവത്തിന്റെ തേജസ് കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയും, നമുക്കിത് തേജസ് കിട്ടും. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ച ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ദൈവത്തിന് സ്തോത്രം. തേജസിന്റെ ഖനം എന്നൊക്കെ നമുക്ക് കാണാം. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് എന്താണ് അവരെ ധരിപ്പിച്ചിരുന്നത് ദൈവത്തിന്റെ ഗ്ലോറി, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ ശുകീന, ദൈവത്തിന്റെ തേജസ് കൊണ്ട് മൂടപ്പെടാനിടയാണ്. എന്നാൽ ആ സംഭവം നമുക്കറിയാം. അനുസരണക്കേട് എന്ന ആ പാപം ചെയ്തത് നിമിത്തം, അതിന് ലംഘിച്ചത്, നിയമം ലംഘിച്ചത് നിമിത്തം ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ട് പോകാൻ ഇടയാണ്. സ്തോത്രം. ദൈവത്തിന്റെ തേജസ് മനുഷ്യനിൽ നിന്ന് മാറ്റപ്പെട്ടു. അവിടെയാണ് മനുഷ്യൻ അത്തീരം തേടിപ്പോയത് നമുക്ക് എല്ലാവർക്കും അറിയാം. ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെടാനിടയാണ്. എന്നാൽ കരുണയുള്ള ദൈവം അവരെ അവിടെ നിന്ന് പുറത്താക്കി കളഞ്ഞു. എന്തുകൊണ്ട് പുറത്താക്കി? അവിടെ മറ്റൊരു വൃക്ഷം ഉണ്ട്. ആ വൃക്ഷത്തിന്റെ പേരെന്താണ്? ജീവന്റെ വൃക്ഷം. രണ്ട് വൃക്ഷമാണ് തോട്ടത്തിന്റെ നടുവിലുള്ളത്. ഒന്ന് നന്മ തിന്മയുടെ അറിവിന്റെ വൃക്ഷം. അതിന്റെ ഫലം അവർ കൈനീട്ടി പറിച്ച് അവർ തിന്നു. ദൈവ തേജസ് അവരിൽ നിന്നും നഷ്ടപ്പെട്ടു. ഇനി അവിടെ ഏതെങ്കിലും തോട്ടത്തിൽ അവർ തുടർന്നാൽ അവർ എന്ത് ചെയ്യും? ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം കൂടി പറിച്ചു നിന്ന് അവർ എന്നേക്കും പാപികളായി ജീവിക്കേണ്ടതായിട്ട് വരും. എന്നേക്കും പാപികളായി ജീവിക്കേണ്ടി വരും. എന്നാൽ ആയതുകൊണ്ട് തന്നെ കരുണാസമ്പന്നനായ ദൈവം തൽക്കാലം ഏദൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യനെ പുറത്ത് ആക്കി കളഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. നമുക്കറിയാം. എന്നിട്ട് അവിടെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ജ്വാലയുള്ള ഒരു വാളുമായി അവിടെ ദൂതരെ ആക്കി എന്നാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ആർക്കും തിരിച്ചവിടെ പ്രവേശിക്കുവാൻ കഴിയാത്ത വിധം അവിടെ ഒരു കാവൽക്കാരനെ ആക്കി. അങ്ങനെ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകാനിടയായി. അവൻ ദുഃഖിതനായി തീർന്നു. ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ ദുഃഖത്തിന്റെയും, സങ്കടത്തിന്റെയും, പാപത്തിന്റെയും, രോഗത്തിന്റെയും, എല്ലാ തിന്മയുടെയും കാരണം ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അന്യപ്പെട്ടു പോയി എന്നുള്ളത് കൊണ്ടാണ്. ദൈവത്തിന്റെ സ്തോത്രം. നേരുള്ളവനായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവൻ എന്താണ്? വക്രതയുള്ളവനായി മാറാനിടയാണ്. ഇന്ന് നമുക്ക് ഈ അടുത്ത സമയങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത ഇതാണ്. ലഹരിയുടെ അമിതമായ ഉപയോഗം നിമിത്തം ഉണ്ടാകുന്ന ആപത്തുകളെ കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടുകൊണ്ട് ഇരിക്കുകയാണ്. നാളെ ഞങ്ങൾ കേരള അസംബ്ലീസ് ഓഫ് ഗോഡ് 50,000 ട്രാക്ട് സുവിശേഷ ലഹരിക്കെതിരെയുള്ള സുവിശേഷം വിതരണം ചെയ്യാനായിട്ട് തീരുമാനിച്ച് തൃശ്ശൂർ തുടങ്ങി പാഠശാല വരെയുള്ള കേരളത്തിലെ AG ചർച്ചുകൾ ചെയ്യുക, യൂത്ത് വിങ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഈ പ്രാദേശിക സഭയിൽ അത് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്താണ്? ലഹരിയുടേതായ അവബോധം, അതിനുണ്ടാകുന്ന ദോഷഫലങ്ങളെ കുറിച്ച് മറ്റും പറയുന്ന ട്രാക്ട് വിതരണം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ദിവസങ്ങൾ നമുക്ക് അറിയാം. ജനിച്ച് പെറ്റു വളർത്തിയ അമ്മയെ തിരിച്ചറിയാൻ കഴിയാത്ത മക്കൾ ലഹരിയുടെ ആ ആസക്തിയിൽ അവർ അപ്പനാരെന്ന് തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല. സ്വന്തം സഹോദരങ്ങളെ, കൂടപ്പിറപ്പുകളെ തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല.
വാളോങ്ങുന്ന അനുഭവങ്ങൾ, എത്രയെത്ര കൊലപാതകങ്ങളാണ് ഈ അടുത്ത സമയങ്ങളിലായിട്ട് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാനായിട്ടും മറ്റും ഒക്കെ ഇടയാകുന്നത്. എന്തുകൊണ്ട്? ദൈവഭയം ഇല്ല എന്നുള്ളതാണ്. ദൈവത്തിൽ നിന്ന് അകന്നു എന്നുള്ള കാരണത്താൽ ഈ എല്ലാ തിന്മയുടെയും അനുഭവങ്ങളിലേക്ക് പോകാൻ ഇടയായി. എന്തെല്ലാം അനാശാസ്യ പ്രവർത്തനങ്ങളാണ്, എന്തെല്ലാം തിന്മയുടെ അനുഭവങ്ങളാണ് നാം കാണുന്നത്. അതുപോലെ ലഹരിയുടെ ഉപയോഗങ്ങൾ, മദ്യത്തിൻ്റെതായ ഉപയോഗങ്ങൾ. നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ പഴയ പുതിയ നിയമ വ്യത്യാസമന്യേ മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. സദൃശവാക്യം 20-ാം അധ്യായം, 23-ാം അധ്യായം, ഈ അധ്യായങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ മദ്യപാനത്തിന്റെ ദോഷഫലങ്ങളെ കുറിച്ച് അവിടെ 1000 വർഷങ്ങൾക്ക് മുൻപ് ഭക്തന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. ആർക്ക് കലഹം, ആർക്ക് സങ്കടം, ആർക്ക് ആവലാതി, ആർക്ക് അനാവശ്യമായ മുറിവുകൾ, മദ്യം രുചി നോക്കാൻ പോകുന്നവർക്കാണ് എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ നമുക്ക് അവിടെ കാണാനായി സാധിക്കുന്നു. ഞാൻ കൂടുതൽ അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു എന്ന കാരണത്താൽ, ആത്മീയ മരണം സംഭവിച്ചു എന്ന കാരണത്താൽ, ഹല്ലേലൂയ, ഈ സാമൂഹിക തിന്മകൾ ഇവിടെ കുടികൊത്തി വാഴുവാനിടയായി. ഹല്ലേലൂയ. മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. ഹല്ലേലൂയ. കൊല്ലും കൊലയും മോഷണവും എല്ലാം വർദ്ധിച്ചു വരുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ സമൂഹത്തിൽ കണ്ടുകൊണ്ട് ഇരിക്കുകയാണ്. വിദ്യാസമ്പന്നരായ അനേക ചെറുപ്പക്കാർ ഈ ദിവസങ്ങളിൽ അവർ നല്ല വിദ്യാഭ്യാസമുള്ളവർ, ഡിഗ്രീസ് അവർക്കുണ്ട്. അതെല്ലാം ഉപയോഗിച്ച് കഠിനാധ്വാനം ചെയ്ത് ജീവിക്കാൻ താല്പര്യപ്പെടാതെ ലാഘവത്തോട് വളരെ എളുപ്പമായി ലഹരിയുടെ വ്യാപനവും അതിന്റെ ബിസിനസ്സും ഒക്കെ ചെയ്ത് അനേകർ ആയിരിക്കുന്നു. അങ്ങനെ ആയിരക്കണക്കിന് ഇടപാടുകൾ നടക്കുന്നതിൽ ചിലത് മാത്രമാണ് നമ്മുടെ വാർത്താ കണ്ണുകൾക്ക് മുൻപിൽ വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ആ ആത്മീക മരണം സംഭവിച്ച ആ അവസ്ഥയിൽ നിന്ന് ഹല്ലേലൂയ, പിന്നെ മനുഷ്യൻ ശാരീരിക മരണത്തിലൂടെ നിത്യമരണത്തിലേക്ക് പ്രവേശിക്കുക. ആത്മീയമായി മരിച്ച മനുഷ്യൻ ശാരീരിക മരണത്തിലൂടെ നിത്യമരണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. 3 മരണമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. 1 ആത്മീയ മരണം, 2 ശാരീരിക മരണം, 3 നിത്യമരണം. വെളിപ്പാട് പുസ്തകത്തിൽ നിത്യമരണത്തെ 2ാമത്തെ മരണം, നരകത്തിലേക്കുള്ള പോക്കാണ് ആ നിത്യമരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏക മനുഷ്യനാൽ, ഞാൻ പറയുന്നത് റോമലേഖനം 5:12 വാക്യമാണ്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് വന്നു. എന്നാൽ പ്രൈസ് ദി ലോർഡ്, മനുഷ്യൻ പാപികളായി ദൈവത്തിൽ അന്യപ്പെട്ടു പോയി. എന്നാൽ മനുഷ്യന് മടങ്ങി വരാൻ കഴിയാത്ത വിധം വല്ലാത്തൊരവസ്ഥയിലായി പോയി. അവിടെ ഏദൻ തോട്ടത്തിൽ തന്നെ കെരൂബിനെ ജ്വലിക്കുന്ന വാളുമായിട്ട് അവിടെ നിർത്തിയിരിക്കുകയാണ്. എന്നാൽ ആയത് മനസ്സിലാക്കുമ്പോൾ, ഫിലിപ്പി ലേഖനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ, അലിവനായ കർത്താവ് ആ ദൈവം തന്നെ മനുഷ്യനായി വന്നിട്ട് ആ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യരെ ദൈവത്തോട് അടുപ്പിക്കാനായിട്ട് ദൈവം തീരുമാനിക്കുവാൻ ഇടയായി. പുസ്തകത്തിൽ വായിക്കുന്നത്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. കാലസമ്പൂർണത വന്നപ്പോൾ അലിവനായ കർത്താവായ യേശുക്രിസ്തു മാനവജാതിയെ രക്ഷിക്കാനായിട്ട് സ്ത്രീയുടെ സന്തതിയായിട്ട് ഈ ഉലകത്തിൽ വരാൻ ഇടയായി. ഹല്ലേലൂയ. ഫിലിപ്പി ലേഖനത്തിൽ നിന്ന് നമ്മൾ വായിക്കുന്നത്, കർത്താവ് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ദൈവത്തോടുള്ള ആ സാദൃശ്യത്തിൽ നിന്ന്, ദൈവത്തോടുള്ള ആ സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്നു. ഹല്ലേലൂയ. He emptied himself. He came to this world to save the sinners എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തന്നെത്താൻ ഒഴിച്ചു. ഹല്ലേലൂയ. ഈ ഗ്ലാസിൽ വെള്ളം ഇരിക്കുകയാണ്. ഇത് ഒഴിച്ചു കളയുമ്പോൾ ഇത് ഖാലി ഗ്ലാസ് ആകുന്നത് പോലെ ദൈവീകത നിറഞ്ഞു തുളുമ്പി നിന്ന ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തു ആ സ്വർഗത്തിൽ, ഹല്ലേലൂയ, സ്വർഗത്തിൽ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊണ്ട് ദൈവമായിരിക്കാതെ താൻ emptied himself, കാലിയായിട്ട് താൻ മനുഷ്യനായി, ഹല്ലേലൂയ, സ്തോത്രം,
തന്നെത്താൻ ഒഴിച്ച് ആ ദൈവികതയെ കാലിയാക്കി ഒഴിവാക്കി താൻ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്നു. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തോട് അടുപ്പിക്കാനായിട്ട് കർത്താവായ യേശു ക്രിസ്തു വന്നു. ദൈവവുമായുള്ള ആ ഫെലോഷിപ്പിലേക്ക്, കൂട്ടായ്മയിലേക്ക് കൊണ്ടുപോകാനായിട്ട് യേശു കർത്താവ് വന്നു. സ്തോത്രം. അവിടെ ആ ഏദൻ തോട്ടത്തിൽ പ്രവേശിക്കാൻ ശ്രമിക്കുമോ, ദൈവികതയിലേക്ക് മടങ്ങി വരാൻ ശ്രമിക്കുമോ, ആ മനുഷ്യന് ഹല്ലേലൂയ ജ്വലിക്കുന്ന വാളുമായി നിൽക്കുന്ന കെരൂബിന്റെ വെട്ടേൽക്കേണ്ടതായിട്ട് വരും. അവിടെ ആയതുകൊണ്ട് ആർക്കും പ്രവേശിപ്പാൻ കഴിയാത്ത ഒരവസ്ഥയായിരുന്നു. എന്നാൽ യേശു കർത്താവ് എന്നെയും നിങ്ങളെയും സ്നേഹിച്ചതുകൊണ്ട് ഞാനും നിങ്ങളുമാകുന്ന കർത്താവിന്റെ മക്കൾ മരണം വരിച്ചതുകൊണ്ട് ആ മരണത്തിൽ നിന്ന് എന്നെയും നിങ്ങളെയും വിടുവിക്കാൻ കർത്താവായ യേശു ക്രിസ്തു മരണം വരിക്കാനിടയാണ്. എബ്രായ ലേഖനത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത്, യേശു തന്റെ ദേഹമെന്ന തിരശ്ശീലയിലൂടെ നമുക്ക് ജീവനുള്ള ഒരു പുതുവഴി തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശു കർത്താവ് ഹല്ലേലൂയ ദേഹമെന്ന തിരശ്ശീലയിലൂടെ നമുക്ക് ജീവനുള്ള ഒരു പുതുവഴി തുറക്കാനിടയാണ്. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ പോകാനായി കഴിയില്ല. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ, ആ ദൈവിക പരദീസയിൽ നിന്ന് ഇറക്കി വിടപ്പെട്ട മനുഷ്യന് ദൈവത്തോട് അടുക്കണമെങ്കിൽ ഹല്ലേലൂയ ഒരു മധ്യസ്ഥന്റെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. സകല മനുഷ്യരും പാപികളായി തീർന്നു, ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. റോമാലേഖനം 3:23 അങ്ങനെയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ റോമാലേഖനം 6:23 പറയുന്നത്, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ഹല്ലേലൂയ. പാപം ചെയ്യുന്ന ദേഹി മരിക്കണം എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ മനുഷ്യൻ ഹല്ലേലൂയ നിത്യമായ മരണത്തിന് വിധേയപ്പെട്ട്, ആത്മീയ മരണം സംഭവിച്ച മനുഷ്യൻ അവൻ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് ശാരീരിക മരണത്തിലൂടെ അവൻ മരണത്തിലേക്ക് അല്ലെങ്കിൽ നിത്യ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരാനിടയായി. നമ്മൾ നേരത്തെ പറഞ്ഞ റോമാലേഖനം 5:5 ഞാൻ പറഞ്ഞു. ഈ 19-ാം വാക്യം 5:19 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഏകന്റെ വായിക്കാവുന്ന വാക്യം, ഏകന്റെ അനുസരണക്കേടിനാൽ മനുഷ്യർ പാപികളായി, അനേകർ പാപികളായി. അതാരാണ്? അദാമും ഹവ്വയും ദൈവത്തിന്റെ വചനം അംഗീകരിച്ചു തുടരുവാൻ അവർ കഴിഞ്ഞില്ല എന്ന കാരണത്താൽ അവരുടെ പാപം നിമിത്തം ദൈവത്തിൽ നിന്ന് മാറിപ്പോയി. എന്നാൽ ദൈവം തമ്പുരാനായവൻ എബ്രായ ലേഖനത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആദ്യത്തെ ആദാം, മനുഷ്യനായ ആദാം, പിന്നെ ഒടുക്കത്തെ ആദാമായി കർത്താവായ യേശു ക്രിസ്തു വന്നു. യേശു കർത്താവിന്റെ അനുസരണത്താൽ നമുക്ക് ദൈവമക്കളായി മാറാൻ കർത്താവ് ഹല്ലേലൂയ കൃപ നൽകി. സ്തോത്രം. അപ്പൊ നമ്മൾ ആത്മീയപരമായി മരിച്ചിരിക്കുകയല്ലേ? സകല മനുഷ്യനാണ് ആത്മീയപരമായിട്ട് മരിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. മരിച്ചവന് ദൈവസന്നിധിയിൽ പോകാനായിട്ട് കഴിയില്ല. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യം തുടങ്ങി താഴേക്ക് വായിക്കുന്ന ആ ഭാഗത്ത് ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു അധ്യാപകൻ, മതപണ്ഡിതൻ, അദ്ദേഹം ഒരു ദിവസം വൈകിട്ട് യേശുവിനെ കാണാനായിട്ട് മറ്റുള്ളവരെ ഭയന്ന് വൈകിട്ട് വന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, പറയുകയാണ്, അന്ന് ഹല്ലേലൂയ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവരാണ്. സ്തോത്രം. അല്ലെങ്കിൽ അങ്ങ് ചെയ്യുന്നത് പോലെ ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട്, ഈ അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് ആർക്കും കഴിയുകയില്ല. അങ്ങ് സ്വർഗത്തിൽ നിന്ന് വന്നവനാണ് എന്ന് താൻ വിശ്വസിക്കുന്നു എന്ന് പറയുകയും തുടർന്ന് നമ്മൾ വായിച്ച് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സ്തോത്രം, സ്വർഗത്തിൽ പോകാൻ എന്ത് ചെയ്യണമെന്നാണ് താൻ ഇവിടെ പറയുന്നത്, ചോദിക്കുന്നത്. ഹല്ലേലൂയ. എന്ത് ചെയ്യാൻ കഴിയും? സ്വർഗത്തിൽ പോകാൻ എന്ത് ചെയ്യാൻ കഴിയും? ഉടനെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, നീ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ നിനക്ക് സ്വർഗരാജ്യം കാണുവാനായിട്ട്
കഴിയുകയില്ല. ആത്മീയപരമായിട്ട് മരിച്ചിരിക്കുന്ന മനുഷ്യന് ഒരു വീണ്ടും ജനനം വേണം എന്ന് അവിടെ പറയുന്നത് നമുക്ക് കാണാനായി കഴിയും, അല്ലെ? പുതുതായി 3-ാം വാക്യം 3:3 വായിക്കാം. പുതുതായി ജനിച്ചില്ല എങ്കിൽ, മരിച്ചുപോയ മനുഷ്യരാണ് സകല മനുഷ്യർ. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലുള്ള സകല മനുഷ്യരുടെ മേലും പകർന്നിരിക്കുക. മാത്രമല്ല, സ്തോത്രം, സകല മനുഷ്യരും പാപികളായി തീർന്നു. ആദാമിന്റെ സന്തതികളായി പിറക്കുന്ന സകല മനുഷ്യരും പാപികളാണ്. സകല മനുഷ്യരിലും അവരുടെ സിരകളിലോടുന്ന രക്തം പാപപങ്കുലമായ രക്തമാണ്. നാം ജനിക്കുന്നത് തന്നെ പാപികളായിട്ടാണ്. നമ്മൾ 51-ാം സങ്കീർത്തനം, അനുതാപ സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. ആ സങ്കീർത്തനത്തില് ദാവീദ് പറയുന്നത്, ഞാൻ ജന്മനാ പാപിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഹല്ലേലൂയ, ഞാൻ ജനിച്ചത് പാപിയായിട്ടാണ്. അർത്ഥം, ഞാൻ ജനിച്ചപ്പോഴേ ആ പാപം എന്നിൽ ഉള്ള അവസ്ഥയിലാണ് ഞാൻ ജനിച്ചത്. അമ്മയിൽ ഞാൻ ജനിക്കുമ്പോഴേ ആദാം ഹവ്വ ദമ്പതികൾ ഉണ്ടായിരുന്ന അവരിൽ വന്ന് ഭവിച്ച ആ പാപം, സ്തോത്രം, എന്നിലേക്ക് ഉള്ള അവസ്ഥയിൽ, അത് ഇൻഹെറിറ്റഡ് സിൻ എന്നാണ് പറയുന്നത്. അത് പിതാക്കന്മാരിൽ നിന്ന്, ഹല്ലേലൂയ, പുരാതനമായി പരമ്പരാഗതമായി മനുഷ്യനിലേക്ക് വന്നു ഭവിച്ച ഹല്ലേലൂയ ഇമ്പ്യൂട്ടഡ് സിൻ, ഇൻഹെറിറ്റഡ് സിൻ എന്നൊക്കെ ദൈവശാസ്ത്രപരമായി പറയുന്ന ആ പാപം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ പാപ സ്വഭാവം, പാപത്തിന്റെ അവസ്ഥ. അപ്പോൾ ബൈ ബർത്ത്, ജന്മനാ നമ്മൾ എങ്ങനെയാണ്? പാപികളാണ്. ജന്മനാ നമ്മൾ പാപികളാണ്. രണ്ട് വിധമായ പാപങ്ങളുണ്ട്. ജന്മനാ പാപം, പിന്നെ കർമ്മ പാപം. സ്തോത്രം. പാപത്തിന്റെ വിത്ത് നമ്മിൽ വസിക്കുന്നു എന്ന ദൈവവചനം നമുക്ക് കാണാനായി കഴിയുന്നു. പാപത്തിന്റെ വിത്ത് ഉള്ളവൻ, പാപ സ്വഭാവം ഉള്ളവൻ, പാപം പ്രവർത്തിച്ചുകൊണ്ട് നടക്കുന്ന അവസ്ഥ. യേശു കർത്താവ് ലോകത്തിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, ഈ മരിച്ചുപോയ ആ ദൈവവുമായി ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ മനുഷ്യൻ വീണ്ടും ജനിക്കണം. 5-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, യോഹന്നാന്റെ സുവിശേഷം 3:5, നീ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുവാനായിട്ട് ആർക്കും കഴിയുകയില്ല. വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക എന്ന് പറഞ്ഞെന്താണ്? ഹല്ലേലൂയ, സ്തോത്രം. വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്താലും പരിശുദ്ധാത്മാവിനാലും നമ്മൾ ജനിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വെള്ളം എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. എന്നെയും നിങ്ങളെ ശുദ്ധീകരിക്കുന്ന ഏജന്റാണ് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു എന്ന് യേശു കർത്താവ് പറയാനിടയാണ്. ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നത് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ സഹായത്താലും ദൈവത്തിന്റെ വചനത്താലുമാണ്. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 16-ാം അധ്യായത്തില് ലുദിയ എന്ന് പറയുന്ന ധനികയായ ഒരു സ്ത്രീയെ അവരും അവരുടെ ജോലിക്കാരുമായി പുഴയോരത്തിരുന്ന തുയക്കാരിയാണ്. രക്താംബര പർപ്പിൾ എന്ന് പറയുന്ന രാജാക്കന്മാരും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന വിശേഷപ്പെട്ടതായ വസ്ത്രമാണത്, വിലയുള്ള വസ്ത്രമാണ്. ആ ധനികയായ സ്ത്രീയും കൂട്ടരും വിറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് മാനസാന്തര സുവിശേഷം അവിടെ പ്രഘോഷിക്കും അളവിൽ അവരുടെ അന്ധകരണത്തില് ആത്മാവിന്റെ ഹേമമുണ്ടായിട്ട് അവരുടെ ഹൃദയം തുറക്കപ്പെടുകയും ഹല്ലേലൂയ ആ വെള്ളത്താൽ, ദൈവത്തിന്റെ വചനത്താൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ അവർ രക്ഷിക്കപ്പെടാനിടയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അവർ രക്ഷിക്കപ്പെട്ട് അവരുടെ ഹൃദയം തുറന്ന്, ലുദിയയുടെ ഹൃദയം തുറന്ന് ആ യേശുവിന്റെ വചനം അവരുടെ ഉള്ളിൽ ഉണ്ടാകുകയും ഉള്ളിലേക്ക് പ്രവേശിക്കുകയും അവരും അവരുടെ ഭർത്താവും അവരുടെ കുടുംബവും രക്ഷിക്കപ്പെടുകയും ഫിലിപ്പിയിൽ അങ്ങനെ ഒരു സഭ ഉടലെടുക്കാൻ അവിടെ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ യോഹന്നാൻ എഴുതുകയാണ്, കർത്താവ് യേശു ക്രിസ്തു നിക്കോദെമോസിനോട് പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാനായിട്ട് ആർക്കും
കഴിയുകയില്ല. Praise the Lord. ഇന്നിവിടെ കേൾക്കുന്ന സംസാരിക്കുന്ന വചനം ഹല്ലേലൂയ ആത്മാവിന്റെ പ്രേരക ശക്തിയായി നിങ്ങളിൽ ഹല്ലേലൂയ ഇതുവരെ കർത്താവിനെ അംഗീകരിച്ചിട്ടില്ലാത്തവരുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടുകയും അത് അംഗീകരിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി മാറുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒന്ന് ആത്മീയ മരണം സംഭവിച്ച ആത്മീയപരമായി അന്യപ്പെട്ടു പോയ മനുഷ്യനെ ദൈവവുമായി റീജോയിൻ ചെയ്യിപ്പിക്കാനായിട്ട്, ദൈവവുമായിട്ട് അടുപ്പിക്കാനായിട്ട് ഹല്ലേലൂയ മധ്യസ്ഥനായിട്ട് വന്ന ഒരുവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ സ്തോത്രം. ഈ ആഴ്ച ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനേക ക്രിസ്ത്യാനികള് ആ കഷ്ടാനുഭവ ദ പാഷൻ വീക്ക് ഓഫ് ക്രൈസ്റ്റ് എന്ന നിലയിൽ സെലിബ്രേറ്റ് ചെയ്യുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവ് ഈ ലോകത്തിൽ വന്നതും മാനവജാതിക്ക് വേണ്ടി ചെയ്തതുമായ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരാഴ്ചയായിട്ട് നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ വീണ്ടും ജനിക്കുന്നവർക്ക് സ്വർഗരാജ്യത്തിലേക്ക് പോകാനിടയായി തീരും. വീണ്ടും ജനിക്കുക അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം. എങ്ങനെയാണ് നമുക്ക് രക്ഷിക്കപ്പെടുന്നത് പറയാൻ കഴിയുന്നത്? ഈ അധ്യാപകന് പോലും അറിഞ്ഞുകൂടായിരുന്നു വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്. ഹല്ലേലൂയ. ചോദിക്കുന്നത് ഇങ്ങനെയാണ്, വൃദ്ധനായ ശേഷം വീണ്ടും ഹല്ലേലൂയ അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ച് ജനിക്കാൻ പറ്റുമോ? താൻ പറയുന്നത് ബയോളജിക്കൽ ബർത്ത്, നാച്ചുറൽ ബർത്തിനെ കുറിച്ചാണ്, ജനനത്തെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് പറഞ്ഞു, ദൈവവചനത്താൽ, ദൈവവചനം അനുസരിക്കുന്നതിലൂടെ, ദൈവവചനം കേട്ടനുസരിക്കുന്നതിലൂടെ നമുക്ക് രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നു. വീണ്ടും ജനനം പ്രാപിക്കാനിടയാകുന്നു. അതുകൊണ്ടാണ് എവിടെയും സുവിശേഷത്തിന്റെ സന്ദേശം വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമുക്ക് കാണാം 4:12 മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ സ്തോത്രം മനുഷ്യരുടെയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. യേശു കർത്താവിൽ വിശ്വസിക്കുന്നവൻ ഹല്ലേലൂയ രക്ഷിക്കപ്പെടും. എന്താണ് നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? സിമ്പിളായി സുവിശേഷ സന്ദേശം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഹല്ലേലൂയ. റോമാലേഖനം 10 9-10 വാക്യങ്ങൾ വായിച്ചാൽ ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. എന്താണ് ഹൃദയം കൊണ്ട് വിശ്വസിക്കേണ്ടത്? 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ താണലോകത്തിൽ സ്വർഗമഹിമകളെ വെടിഞ്ഞ് വന്ന ആ യേശു കർത്താവ് ദൈവപുത്രനെന്ന് മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി വന്ന ആ ഒരു ദൈവമാണ് എന്ന് നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ, ഹല്ലേലൂയ, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അത് വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. രക്ഷ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമാണ്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് രക്ഷ എന്നത് ദൈവത്തിന്റെ ദാനമാണ്. എഫേസ്യ ലേഖനം 2:8 പറയുന്നത് കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, പ്രവൃത്തികളും അതിന് കാരണമല്ല. Hallelujah. Praise the Lord. Hallelujah. You have been saved by the hallelujah Spirit of God. Oh, you have been saved by faith in Jesus. എന്നാണ് പറയുന്നത്. നമ്മൾ കൃപയാൽ രക്ഷിക്കപ്പെടുവാനിടയാണ്. നമ്മുടെ പ്രവൃത്തികൾ അതിന് കാരണമല്ല, കേവല കർത്താവിലുള്ള വിശ്വാസത്താൽ നമുക്ക് രക്ഷിക്കപ്പെടുവാനിടയായി തീരുന്നു. എന്നെ കേൾക്കുന്നതിൽ ആരെങ്കിലും, എന്റെ ശബ്ദപരിധിക്കുള്ളിൽ ആരെങ്കിലും ഇതുവരെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇത് സുപ്രസാദകാലമാണ്, ഇത് രക്ഷാ ദിവസമാണ്. നിന്റെ രക്ഷയ്ക്കുള്ളത് നീ കരുതിക്കൊണ്ടാൽ നല്ലത്. സകല മനുഷ്യരും പാപികളാണ്, പാപമില്ലാതെ ഒരു നരനും ഇഹത്തിൽ ജനിച്ചിട്ടില്ല. ഹല്ലേലൂയ. ദൈവത്തോട് അടുക്കാനായിട്ട് പാപിയായ മനുഷ്യന് വേറൊരു മാധ്യമമില്ല. ദൈവത്തിന്റെ സ്തോത്രം. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ലെന്ന കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. മാനവജാതിയുടെ കുരുതി, മാനവജാതിയുടെ യാഗങ്ങൾ ഒന്നും തന്നെ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയുന്നതല്ല. കാരണം എന്തെന്നാൽ ഹല്ലേലൂയ സകല മനുഷ്യരുടെ സിരകളിലൂടെ ഓടുന്ന രക്തം പാപപങ്കുലമായ രക്തമാണ്. ആയതുകൊണ്ടാണ് യേശു കർത്താവ് വ്യത്യസ്തനായി, നമ്മിൽ നിന്ന് വ്യത്യസ്തനായി ഇഹത്തിൽ അവതരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അവിടുന്ന്
മാനവജാതിയുടെ ജനനത്തിൽ നിന്ന് വ്യത്യസ്തമായി ജനിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. മനുഷ്യന്റെ ആദാമിന്റെ ആ പാപമുള്ള രക്തം ഇല്ലാത്തവനായിട്ട് കർത്താവ് യേശു ക്രിസ്തു ജനിച്ചു എന്നത് നമുക്ക് അറിയാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 3 മരണത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് ആത്മീയ മരണം, മറ്റൊന്ന് ശാരീരിക മരണം. ശാരീരിക മരണം സകല മനുഷ്യർക്കും ഉള്ളതാണ്. ശാരീരിക മരണം രക്ഷിക്കപ്പെട്ടാലും രക്ഷിക്കപ്പെട്ടില്ലെങ്കിലും നമ്മൾ ശാരീരിക മരണത്തിലൂടെ 2 സ്ഥലത്തേക്ക് പോകാൻ ഇടയുണ്ട്. ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റൂ. ഹല്ലേലൂയ. ശരീരത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും അതതിൻ്റെതായ നിലയിൽ പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ദൈവത്തിന്റെ സിംഹാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ നാം പാപിയാണെന്നുള്ള ബോധ്യം നമ്മിൽ വരികയും പാപത്തിന് പരിഹാരം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആണെന്ന് നമ്മൾ അംഗീകരിക്കുകയും അനുസരിച്ച് അത് ഏറ്റു പറയുമ്പോഴാണ് നമുക്ക് രക്ഷിക്കപ്പെടാനായിട്ട് ഇടയായി തീരുന്നത്. ആ മൂവ്മെന്റിൽ തന്നെ വളരെ സിമ്പിളായി ഹല്ലേലൂയ നിങ്ങളോട് പറയട്ടെ, ആ സമയത്ത് തന്നെ നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുകയാണ്. എപ്പോഴാണ് നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്നത്? നമ്മൾ പാപിയാണെന്ന് നമ്മൾ പറയുകയും നമ്മൾ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ആ സമയത്ത് ഇവിടെ യോഹന്നാനോട് പറഞ്ഞതുപോലെ വീണ്ടും ജനനം സംഭവിക്കുന്നു. വീണ്ടും ജനനം സംഭവിക്കുന്നു. ആത്മീയമായി മരിച്ചുപോയ മനുഷ്യന് വീണ്ടും ജനനം സംഭവിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ജീവന്റെ പുസ്തകത്തില് നമ്മുടെ പേര് എഴുതുന്നു. വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുന്നത് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അത് 2ാമത്തെ മരണം എന്നാണ് പറയുന്നത്. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ചെയ്യേണ്ടത്. കർത്താവിനെ ഹല്ലേലൂയ ഹൃദയങ്ങളിൽ ഏറ്റുകൊള്ളേണ്ടതാണ്. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കേണ്ടതാണ്. ഹല്ലേലൂയ. ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ അതിന്റെ പേര് ജനന മരണ രജിസ്റ്ററിന്റെ ഓഫീസില് ആ രജിസ്റ്ററിൽ പേര് എഴുതി ചേർക്കുന്നു, അല്ലേ? അങ്ങനെ എഴുതി ചേർക്കുന്ന ആ പേര് തുടർന്ന് ആ പേര് പല രജിസ്റ്ററിൽ എഴുതി ചേർക്കാറുണ്ട്. അതാണ് കുറെ ദിവസം കഴിയുമ്പോൾ റേഷൻ കാർഡിൽ നമ്മുടെ പേര് എഴുതി ചേർക്കുന്നു. കുറെ ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ സ്കൂളിൽ LKG പോകുമ്പോൾ നമ്മുടെ പേര് അവിടെ എഴുതി ചേർക്കുന്നു. ഇങ്ങനെ പല നിലകളിൽ നമ്മുടെ പേര് നമ്മൾ ഈ ലോകത്തിലെ പൗരന്മാരായി ജനിച്ച് ഈ ലോകത്തിലായിരിക്കുമ്പോൾ പല രജിസ്റ്ററിലും നമ്മുടെ പേര് ഉള്ളതുപോലെ നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതേണ്ടത് ആവശ്യമാണ്. നമ്മളെല്ലാവരും മരിച്ച ഒരു ദിവസം ആ സ്വർഗീയ ദൈവത്തിന്റെ കവാടത്തിങ്കിൽ എത്തുന്ന സമയത്ത് ഹല്ലേലൂയ എന്റെ പേര് അവിടെ ഇല്ലെങ്കിൽ, നിങ്ങളുടെ പേര് അവിടെ ഇല്ലെങ്കിൽ നമ്മൾ എന്തായി തീരും? ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. പഴയ ഒരു ഇംഗ്ലീഷ് പാട്ട് മലയാളം നമ്മളെല്ലാവരും പാടാറുണ്ട്. പേർ വിളിക്കും നേരം കാണും എൻ പേരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പേരെഴുതിയെങ്കിലേ വിളിക്കാൻ പറ്റൂ. ഹല്ലേലൂയ. നമ്മുടെ പേരൻസ് നമ്മുടെ പേരെഴുതി സ്കൂളിൽ കൊണ്ട് ചേർത്ത് രജിസ്റ്റർ ഇന്നാരുടെ മകൻ അല്ലെങ്കിൽ മകൾ ഇന്ന വീട്ടുപേര് ഇന്നത് എന്ന് പറഞ്ഞ് പേരെഴുതി കൊടുക്കുന്നു, അല്ലെ? രജിസ്റ്ററിൽ എഴുതി വെക്കുന്നു. സ്കൂൾ ഓപ്പൺ ആകുന്ന സമയത്ത് സ്കൂളൊക്കെ തുറക്കാൻ പോകുന്ന സമയമാണ്. ഹല്ലേലൂയ. കുടയും ബാഗും ഒക്കെ ആയിട്ട് ആഘോഷത്തോടെ അവിടെ ചെല്ലുന്ന സമയം ഹല്ലേലൂയ നമ്മുടെ പേര് അവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് ആ ക്ലാസ് റൂമിൽ പ്രവേശിച്ച് അവിടെ പഠിക്കാൻ കഴിയും. നമ്മുടെ പേര് അവിടെ വിളിക്കുകയും നമ്മൾ അവിടെ നമ്മുടെ പേര് എൻറോൾ ചെയ്തിരിക്കുന്നത് കൊണ്ട് നമ്മൾ അവിടുത്തെ വിദ്യാർത്ഥിനിയായി നമുക്ക് അവിടെ പഠിക്കാൻ കഴിയുന്നു. എന്നതുപോലെ ഈ ലോകത്തിൽ വെച്ച് നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. പേരെഴുതാൻ ഈ ലോകത്തിലെ രജിസ്റ്ററിലുള്ള പേരെഴുതാൻ നമ്മുടെ പേരൻസ് അതിന് കാരണക്കാരാണ്, അല്ലേ? ഹല്ലേലൂയ. എന്നാൽ സ്വർഗീയ രജിസ്റ്ററിൽ പേരെഴുതാനായിട്ട് നമ്മുടെ പേരൻസ് അല്ല. യു ഹാവ് ടു ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. നാം തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് നാം തന്നെ കർത്താവ് ഒരുക്കിയിരിക്കുന്ന ആ വഴിയിലൂടെ കടന്നു പോകുമ്പോഴാണ് എന്റെയും നിങ്ങളുടെ പേര് എഴുതുന്നത്. പറഞ്ഞു മനസ്സിലായോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. അതെന്തൊരു സന്തോഷത്തിന്റെ കാര്യമാണ്. പണ്ടൊരിക്കൽ യേശു കർത്താവ് ശിഷ്യന്മാരിൽ 2 പേരെ അയച്ച്
കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ അയച്ചു. അവരവിടെ പോയി പ്രസംഗിച്ചുകൊണ്ടിരുന്നു. യേശുവിന്റെ നാമം ഉച്ചരിച്ച സമയത്ത് പൈശാചിക ബന്ധനങ്ങൾ ആ മനുഷ്യരിൽ നിന്ന് അന്യപ്പെട്ടു പോകാനിടയ അവർ സ്വതന്ത്രരായി തീർന്നു. ആവേശം മൂത്തിട്ട് ആഘോഷത്തോടെ യേശു അപ്പച്ചന്റെ അടുക്കൽ അവർ വന്ന് ഇങ്ങനെ പറഞ്ഞു, ഓ ഗുരുവേ, ഞങ്ങൾ ചെന്ന് അവിടുത്തെ നാമം ഉച്ചരിച്ച സമയത്ത് അനേക പിശാചുക്കൾ ഞങ്ങളെ വിട്ടു പോയി. ആ മനുഷ്യനെ വിട്ട് പോയി. സന്തോഷിച്ചു. കർത്താവ് പറയുന്നത് എന്താണ്? അല്ലൊരു പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പീ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളതായ ക്ലെമന്റ് മുതലായവരെന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ടല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളുടെ പേര് അവിടെ ഉണ്ട് എന്ന് ഉറപ്പുണ്ടോ? പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ദൈവാലയത്തിനകത്തും പുറത്തും ഇരിക്കുന്ന പ്രിയമുള്ളവരെ, പല പ്രാവശ്യം ഒരുപക്ഷെ നിങ്ങൾ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തിയായിരിക്കാം, ബൈബിൾ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇതുവരെ ഞാൻ പാപിയാണെന്നൊരു ബോധ്യം നിങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിൽ പരിശുദ്ധാത്മാവാം ദൈവം ഇന്ന് ആ ബോധ്യം നിങ്ങൾക്ക് തരട്ടെ. ഹല്ലേലൂയ. രക്ഷയ്ക്ക് കാരണമായിരിക്കുന്നത് യേശുവിന്റെ നാമമാണെന്ന, നാമം മാത്രമാണെന്ന് നിങ്ങൾക്ക് ബോധ്യം വന്നിട്ടില്ലെങ്കിൽ, മറ്റു പല ദൈവങ്ങളിൽ ഒരുവനായിട്ട് യേശു എന്നാണ് നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ തെറ്റി. യേശു കർത്താവ് മാത്രമാണ് ദൈവം. ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ ജീവൻ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിലൂടെ അല്ലാതെ കർത്താവിന്റെ അടുക്കലേക്ക് പോകാൻ ആർക്കും കഴിയുകയില്ല. ഓ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ, അങ്ങനെ യേശു കർത്താവിൽ വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് ദൈവമക്കളായി തീരാനിടയായി തീരുന്നു. കാണീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നത്. എപ്പോഴാണ് നമ്മൾ ദൈവമക്കളായി തീരുന്നത്? എപ്പോഴാണ്? ഹല്ലേലൂയ. നമ്മളെ കുടുംബത്തിൽ മക്കളാകുന്നത് ജനിക്കുന്ന സമയത്ത്. ഹല്ലേലൂയ. ജനിക്കുന്ന സമയത്ത് ഇന്നാരുടെ മകൻ, ഇന്നാരുടെ മകൻ, ഇന്നാരുടെ മകൾ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ? കുടുംബത്തിൽ ജനിക്കുമ്പോൾ ഇന്നാരുടെ മകൻ, ഇന്നാരുടെ മകൾ. എന്നാൽ സ്വർഗീയ കുടുംബത്തിൽ ഞാനും നിങ്ങൾ ജനിക്കുന്നതിനെയാണ് അപ്പോഴാണ് ദൈവമക്കൾ എന്ന പദത്തിലേക്ക് വരുന്നത്. കാണീ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ കർത്താവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. നമ്മൾ ദൈവമക്കൾ ആണ്. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ മരണം ഞാൻ പറഞ്ഞു, ആത്മീയ മരണം. ദൈവത്തിൽ നിന്ന് അകന്നു പോയത് ആത്മീയ മരണം. അകന്നുപോയ മനുഷ്യനെ വീണ്ടും ദൈവത്തോട് അടുപ്പിക്കാനായിട്ട് ദൈവമായിരുന്ന കർത്താവ് തന്നെ താൻ emptied himself and he came to this world. Hallelujah. പാപികളായ എന്നെയും നിങ്ങളെയും തേടി വന്നു. സ്തോത്രം. നമ്മൾ ദൈവത്തെ തേടിപ്പോയതല്ല. ഒരു രക്ഷകൻ എവിടെയുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ആരും തേടിപ്പോയതല്ല. അനേകർ തേടിപ്പോകുന്ന തേടൽ നമുക്ക് നമ്മുടെ ഭൂമിയിൽ നമുക്ക് കാണാൻ കഴിയും. അനേകർ തേടി അനേക മലകളിൽ കടന്നു പോകുന്നു. അനേകർ തേടി പുഴകളും നദികളും താണ്ടി താഴ്വരകളും താണ്ടി കടന്നു പോകുന്നു. ഹല്ലേലൂയ. ദൈവത്തെ കണ്ടു കിട്ടാൻ കഴിയുന്നില്ല. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു പറയുന്നത്, ഹല്ലേലൂയ, കർത്താവ് നമ്മളെ സ്നേഹിച്ച് നമ്മിലേക്ക് വരാനിടയാണ് അല്ലേ? പാട്ടുകാർ പാടുന്നത്, തേടി വന്നു ദോഷിയാമെന്നെയും നാഥ, തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ, ഇത്രമം സ്നേഹം ഉയിർ കൊടുത്തെനിക്കായി, ഇത്രമം സ്നേഹം ഉയിർ കൊടുത്തെനിക്കായി, മന്നവർണിപ്പാരേണു അല്ല എനിക്ക്, മന്നവർണിപ്പാരേണു അല്ല എനിക്ക്, തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ, തേടി വന്നു ദോഷിയാമെന്നെയും നാഥ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
പ്രൈസ് ദി ലോർഡ്. സ്നേഹസമ്പന്നനായ കർത്താവ് നേരുള്ളവരായ നമ്മെ സൃഷ്ടിച്ച് കർത്താവുമായുള്ള സമ്പർക്കത്തിൽ ഇരിക്കാൻ കർത്താവ് നമ്മെ സൃഷ്ടിച്ചു. എന്നാൽ ദോഷികളായി നമ്മൾ, പാപികളായി ദൈവത്തിന്റെ കൽപ്പന വിട്ടുതിരിഞ്ഞ് അനുസരണക്കേട് കാണിച്ച് ദൈവത്തിൽ നിന്ന് അകന്ന് 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 പോകാനിടയായി. എന്നാൽ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകയാൽ അപ്പനും ആ ദൈവവും ജഡരക്തങ്ങളോട് കൂടിയവനായി ഇവിടേക്ക് വരാനിടയായി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സൃഷ്ടിയായ സൂര്യൻ ഇത്രയും പ്രകാശമാണെങ്കിൽ പൂർണ്ണനാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. എത്രയോ പ്രഭാപൂർണ്ണനാണ്. ആ അവസ്ഥയിൽ അവിടെ നമ്മെ തേടി വരാൻ, ആ അവസ്ഥയിൽ അതുപോലെ വരാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മിൽ ഒരുത്തനെ പോലെ ആയി പാപം ഒഴികെ നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനായി ഈ ലോകത്തിലേക്ക് കർത്താവ് വരാനിടയായി. പാപം ഒഴികെ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനായി യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നു. സ്തോത്രം. ഹല്ലേലൂയ. പാപം ചെയ്തതേടി മരിക്കണം. പാപത്തിന്റെ ശമ്പളം മരണം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ ആദാമും ഹവ്വയും പാപം ചെയ്തതുകൊണ്ട് പാപത്തിന്റെ ശമ്പളം മരണം. സ്തോത്രം. മരണത്തിന് വിധിക്കപ്പെട്ടതായ എന്നെയും നിങ്ങളെയും തേടി അവിടെ നിന്ന് വന്ന് എനിക്കും നിങ്ങൾക്ക് വേണ്ടി മരിക്കാനിടയായി. യേശു കർത്താവ് എനിക്കും നിങ്ങൾക്ക് വേണ്ടി മരിച്ചത് നിമിത്തം ഹല്ലേലൂയ. കർത്താവ് മരിച്ച യേശുവിൽ മരിക്കുക മാത്രമല്ല, മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ഹല്ലേലൂയ ഇങ്ങനെ പറഞ്ഞു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ പക്കലുണ്ട്. ഹല്ലേലൂയ. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളായി തീരാൻ ഹല്ലേലൂയ അവസരം കർത്താവ് നമുക്ക് നൽകി. യേശു കർത്താവ് ഹല്ലേലൂയ ശാപമരണം നമുക്ക് വേണ്ടി ഭരിക്കാനിടയായി. ഹല്ലേലൂയ. നമ്മൾ അനുസരണക്കേട് കാണിച്ചത് കൊണ്ട് നമ്മൾ ശാപഗ്രസ്തരായി തീർന്നു. ലോകം മുഴുവനും ശാപഗ്രസ്തമായി തീർന്നു. കർത്താവ് ഏദൻ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്തിറക്കി വിടുന്ന സമയത്ത് പറയുന്നു, നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു, മുള്ളും പറക്കാരെയും നിനക്ക് ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. നീ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും, നീ നിമിത്തം ശാപം ഉണ്ടായി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ലോകത്തിൽ അല്ലെങ്കിൽ ഏദൻ തോട്ടത്തിൽ നിന്ന് അവരെ ഇറക്കി വിടാനിടയാ. എന്നാൽ വലിയവനായ കർത്താവ് ശാപത്തിന്റെ പ്രതീകമായ ആ കുരിശുമരം ഏറ്റുവാങ്ങിക്കൊണ്ട് സന്തോഷത്തോടെ ഹല്ലേലൂയ കുരിശുമരം ഏറ്റുവാങ്ങിക്കൊണ്ട് നമുക്ക് വേണ്ടി മരിക്കാനിടയായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. പാപികളായ ശാപഗ്രസ്തരായ എന്നെയും നിങ്ങളെയും തേടി കർത്താവ് വന്ന് ആ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ശാപത്തിന്റെ പ്രതീകമായ കുരിശുമരം വഹിക്കാൻ, കുരിശ് വഹിക്കാനിടയായി. രക്തം, അവസാനമുള്ള രക്തം വരെയും എനിക്കും നിങ്ങൾക്കും വേണ്ടി കർത്താവ് ചിന്തി നൽകാനിടയായി. അങ്ങനെ കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് തന്റെ രക്തം മൂലം നമുക്ക് ശുദ്ധീകരണം പ്രാപിക്കാനിടയാകുന്നു. ശുദ്ധീകരണവും നീതീകരണവും പ്രാപിക്കാനിടയായി തീരുന്നു. വീണ്ടും പഴയ ഒരു ഇംഗ്ലീഷ് പാട്ട്, അതിന്റെ മലയാള തർജ്ജിമ, ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ? Have you been to Jesus for the cleansing power? Hallelujah. കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, ഹിമമോ നിഷ്കളങ്കമോ നിൻ വസ്ത്രം. Praise the Lord. Hallelujah. Hallelujah. സ്തോത്രം. വീഥിയിലൂടെ ഗോപുരങ്ങളിലൂടെ വീഥിയിലേക്ക് പ്രവേശിക്കേണ്ടതിന്, വീഥിയിലൂടെ ഗോപുരത്തിലേക്ക് പ്രവേശിക്കേണ്ടതിന് Hallelujah. സ്തോത്രം. Hallelujah. ഓ സ്തോത്രം. നീ നമ്മുടെ ശരീരം എന്ന വസ്ത്രം കർത്താവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അനുസരണക്കേട് നിമിത്തമുണ്ടായ പാപത്തിന്റെ കേടുകളെ മാറ്റുവാൻ സ്തോത്രം യേശു കർത്താവ് ലോകത്തിൽ വന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ റോമലേഖനം 5-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തില് ഏകന്റെ അനുസരണക്കേടിനാൽ മനുഷ്യ പാപികളാണ്. ഏകന്റെ അനുസരണത്താൽ പാപങ്ങൾ മോചിക്കപ്പെടാനിടയായി. ഹല്ലേലൂയ. സ്തോത്രം. യേശു കർത്താവിന്റെ പാപത്താൽ, പാപരഹിതമായ ആ യാഗത്താൽ നമുക്ക് ദൈവമക്കളായി തീരുവാൻ കർത്താവ് ഇടയാക്കി. എന്റെ മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു ചെറിയ കഥ കൂടെ പറഞ്ഞ് മണി 9-ആയല്ലോ, ഞാൻ വേഗത്തിൽ നിർത്താമെന്നാണ് ആഗ്രഹിക്കുന്നത്. പണ്ടൊരിക്കൽ ഒരു കുടുംബത്തിൽ 2 ആൺമക്കൾ ഒരപ്പനും അമ്മയ്ക്കും ഉണ്ടായിരുന്നു.
അപ്പോൾ അപ്പൻ നന്നായിട്ട് മക്കളെ വളർത്താനായിട്ട് ശ്രമിച്ചു, രണ്ട് മക്കളെയും നന്നായി വളർത്താനായി ശ്രമിച്ചു. എന്നാൽ മൂത്ത മകൻ നന്നായി പഠിച്ച് അവൻ മിടുക്കനായിട്ട് വന്നു. എന്നാൽ അപ്പൻ എത്ര ശ്രമിച്ചിട്ടും രണ്ടാമത്തെ മകൻ അതിന്റെ ആ വാക്കുകൾ, അപ്പന്റെ വാക്കുകൾ അനുസരിക്കാനിടയാണ്. സ്തോത്രം. മൂത്തയാൾ പഠിച്ച് ഒരു വക്കീലായിട്ട് മാറി. ഇളയ മകൻ പഠിക്കാതെയും അനുസരണക്കെട്ടവനായും നടന്ന് അവന്റെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ അടിച്ചു പൊളിച്ചുള്ള ജീവിതത്തിന് വേണ്ടി അനേകരെ അപഹരിക്കാനും മോഷ്ടിക്കാനും ഒക്കെ താൻ പോയി. അങ്ങനെ വലിയൊരു കള്ളനായിട്ട് മാറാനിടയാണ്. കേസും പ്രശ്നമൊക്കെ ആവുന്ന സമയത്ത് അപ്പൻ കരഞ്ഞു വിളിച്ച് ചേട്ടൻ്റെ അടുത്ത്, മൂത്ത മോന്റെ അടുത്ത് പോയി പറയും, ഹല്ലേലൂയ, അവരെങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം, അവനെങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ പല പ്രാവശ്യം രക്ഷപ്പെട്ടു. അപ്പോൾ അവന് ഒരു വളം വെച്ചു കൊടുക്കുക നമ്മൾ പറയില്ലേ, അതേ അവസ്ഥയിലായി. അപ്പനുണ്ട്, ചേട്ടനുണ്ട്, എനിക്ക് എങ്ങനെയും ജീവിക്കാം എന്നുള്ള ചിന്തയോടെ താൻ ജീവിച്ചു വരവേ അപ്പന്റെ മരണസമയമായി. ആ സമയമായപ്പോൾ ആ മകൻ, മൂത്ത മകൻ അഡ്വക്കേറ്റ് എന്ന നിലയിൽ നിന്ന് താൻ ജഡ്ജായിട്ട് മാറാനിടയായി. ഉടനെ ഇങ്ങനെ പറഞ്ഞു, മോനെ, ഞാൻ നന്നായി ശ്രമിച്ചു നിന്റെ അനുജനെ രക്ഷപ്പെടുത്താൻ, അവനെ നല്ല സൽസ്വഭാവികമായി കൊണ്ടുവരുവാൻ ഞാൻ നന്നായി ശ്രമിച്ചു. എന്നാൽ എൻ്റെ ശ്രമമെല്ലാം വിഫലമായി പോയി. അവൻ അങ്ങനെ തന്നെ തുടരുകയാണ്. നീ അവനെ രക്ഷിക്കണം, ഞാനിതാ പോവുകയാണ്, നീ അവനെ രക്ഷിക്കണം എന്ന് അപ്പൻ മൂത്ത മകനോട് പറഞ്ഞിട്ട് അദ്ദേഹം മരിച്ചു. അവൻ ഇങ്ങനെ, ഹല്ലേലൂയ, ചൊട്ടയിലെ ശീലം ചുടലവരെ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അവൻ ചെറുപ്പത്തിലെ പഠിച്ച ആ പാഠങ്ങൾ അവന്റെ മനസ്സിൽ ഇങ്ങനെ അവനെ മതിച്ചുകൊണ്ടിരുന്നു. പിന്നത്തേതിൽ ഒരു ദിവസം അവൻ മോഷണ ശ്രമം നടത്തുന്ന ആ സമയത്ത് ഒരുവനെ കൊല്ലേണ്ടി വന്നു. മനഃപൂർവ്വം അല്ലെങ്കിലും മോഷണം നടത്താൻ ശ്രമിച്ച കൂട്ടത്തിൽ ആ പിടിവലിയിൽ അവനെ ആ ഉടമസ്ഥനെ കൊല്ലേണ്ടി വന്നു. അങ്ങനെ കൊന്നു. അവൻ ഓടി രക്ഷപ്പെട്ടു, അവിടുന്ന് രക്ഷപ്പെട്ടു. ഈ മുൻപ് ഉണ്ടായിരുന്ന പല കേസുകളിൽ നിന്നും ജ്യേഷ്ഠൻ രക്ഷപ്പെടുത്തിയിരുന്നു അപ്പന്റെ സഹായത്തോടുകൂടി. ഇപ്പോൾ മൂത്ത ജ്യേഷ്ഠനും സഹായിക്കാൻ കഴിയാത്തൊരവസ്ഥയിലായിപ്പോയി. കാരണം എന്താണ്? കുലപാതകനാണ്. രക്ഷിക്കാനായിട്ട് ഒരു പഴുതുമില്ല. പല പഴുതുകളും അദ്ദേഹം നോക്കി, പല വിചാരണകൾ കഴിഞ്ഞു, പല സമയം കേസുകൾ നടന്നു, കഴിഞ്ഞില്ല. എന്നാൽ അവസാനം അവനെ കുറ്റക്കാരനായിട്ട് കണ്ട് അവനെ തൂക്കിക്കൊല്ലാനായിട്ട് വിധിക്കാനിടയാണ്. ആ സമയത്തും അവന്റെ ജ്യേഷ്ഠ സഹോദരന്റെ ഉള്ളിൽ അപ്പന്റെ വാക്കുകൾ ഇങ്ങനെ അലയടിക്കുന്നുണ്ടായിരുന്നു. എന്താണ്? അവനെ രക്ഷിക്കണമെന്ന് പറഞ്ഞത് ആ വാക്കുകൾ അവന്റെ മനസ്സിൽ ഇങ്ങനെ അലയടിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ എന്താണ് സംഭവിച്ചെന്നറിയണ്ടേ? കുലയ്ക്ക് വിസ്തരിച്ച് ആരാച്ചാര് വരുന്ന അടുത്ത ദിവസം, നെക്സ്റ്റ് മോർണിംഗ് he has to be hanged. അവനെ പ്രഭാതത്തില് അവനെ ക്രൂശിക്കപ്പെടുകയാണ്. ക്രൂശിക്കാൻ അവനെ തൂക്കുകയറിലേറ്റുകയാണ്. അപ്പോൾ അതുവരെ ശ്രമിച്ചിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. ജഡ്ജായ മൂത്ത സഹോദരന് ഉറക്കം വരുന്നില്ല. താൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊടുങ്കാറ്റ് പോലെ താൻ ഉറങ്ങാത്ത രാത്രി ഉറങ്ങാതെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ നടന്നുകൊണ്ടിരുന്ന അവസാനം ഈ ജഡ്ജായ മനുഷ്യൻ, അവസാനം ആ മനുഷ്യൻ ആരാച്ചാര്, സ്തോത്രം, വന്ന് കഴിഞ്ഞ് ഇവന്റെ മുഖം മൂടി, ഈ കുറ്റവാളിയായ ആ മനുഷ്യന്റെ മുഖം മൂടുന്ന ഒരു സമയം. അടുത്ത കുലക്കയറാണ്. അപ്പോൾ മുഖം മൂടി ഇരിക്കുന്ന സമയം. ഇദ്ദേഹം ജഡ്ജായതുകൊണ്ട് അദ്ദേഹത്തിന് പ്രവേശിക്കാൻ കഴിഞ്ഞു. അവിടെ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അനിയ, നീ ആ മൂടിയിരിക്കുന്ന ആ ഡ്രസ്, ആ തുണി എനിക്ക് ഇങ്ങോട്ട് തരിക എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ചേട്ടന്റെ സമയം അവൻ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട്, ചേട്ടൻ വരും എന്നെ രക്ഷിക്കും. പല പ്രാവശ്യം രക്ഷിച്ചതാണ്. അപ്പോൾ നേരം പുലരുകയാണ്. ഇനി രക്ഷയില്ലെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ചേട്ടന്റെ സ്വരം തന്റെ കാതുകളിൽ കേൾക്കാനിടയായത്. എടാ അനുജ, നിന്റെ ആ മുഖത്ത് തലയിലിട്ടിരിക്കുന്ന, നിന്റെ മേലിട്ടിരിക്കുന്ന ആ കറുത്ത തുണി ഇങ്ങോട്ട് തരിക എന്ന് പറഞ്ഞു. ഉടനെ അവനെ ഊരിക്കൊടുത്തു. അതിനുശേഷം ജഡ്ജിട്ടിരുന്ന കോട്ട് ഊരി അനുജന്, കൊലപാതകിക്ക് കൊടുക്കുകയും, നീ ഓടി രക്ഷപ്പെട്ടോ, സമയമായി ഓടി രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞ് ആ കൊലപാതകിക്ക് ജഡ്ജിന്റെ കോട്ട് കൊടുത്ത് അവിടെ നിന്ന് ഓടി അവനെ അയക്കുകയും, മറ്റേ ചേട്ടൻ എന്ത് ചെയ്യുന്നറിയാമോ? ജഡ്ജായ ആ
ചേട്ടൻ എന്ത് ചെയ്തു? ഈ കുലപാതകിയുടെ ആ ഗൗൺ എടുത്ത്, ആ വസ്ത്രമെടുത്ത് മൂടി, ആരും അറിയാത്തവനെ പോലെ, ആരും അറിയാത്തവനായി അവിടെ ഇരുന്നു. അല്പസമയങ്ങൾക്ക് ശേഷം ഈ ആരാച്ചാര് വന്ന് ഹല്ലേലൂയ മുഖം മൂടി ഇരിക്കുന്നവനെ അവന്റെ കഴുത്തിൽ കയറിട്ട് അവനെ കയർ മുറുക്കി കൊല്ലാനിടയാണ്. സമയങ്ങൾ കഴിഞ്ഞുപോയി. ഹല്ലേലൂയ. പിന്നീടാണ് ആ അനുജനെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ആ നീതിമാനായ എന്റെ ജ്യേഷ്ഠൻ, ദോഷിയായ, തെറ്റുകാരനായ, കുറ്റക്കാരനായ, അപ്പനെ അനുസരിക്കാത്ത, ജ്യേഷ്ഠനെ സ്നേഹിക്കാത്ത, അനുസരിക്കാത്ത അപ്പന്റെയും ജ്യേഷ്ഠന്റെയും ഒത്താശയിൽ രക്ഷപ്പെട്ടുകൊള്ളാമെന്ന് കരുതിയിരുന്ന ഞാൻ, സ്തോത്രം, ജ്യേഷ്ഠന്റെ മരണനിമിത്തം എനിക്ക് ജീവനിൽ പ്രവേശിപ്പാൻ ജീവിക്കാൻ അവസരമുണ്ടായെന്ന് പറഞ്ഞ് താൻ വളരെ ദുഃഖിക്കാനിടയായി എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നത്തേതില് താൻ കുറ്റബോധത്തോടെ, അനുതാപത്തോടെ, കരച്ചിലോടെ താൻ തുടർന്നുകൊണ്ടിരുന്ന തെറ്റുകളിൽ നിന്ന് പിന്തിരിഞ്ഞു വന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. ഞാൻ പറഞ്ഞ ഈ കഥ നമ്മൾ ഈ അനുജൻ നമ്മുടെ ഓരോരുത്തരുടെയും പ്രതിനിധിയാണ്. നാം ഓരോരുത്തരുമാണ് ഹല്ലേലൂയ ദോഷികളായ നമ്മളെ തേടി വന്ന പാപരഹിതനായ യേശു. സ്തോത്രം. ഹല്ലേലൂയ. വേഷത്തിൽ മനുഷ്യനായി, സ്വർഗമഹിമ വെടിഞ്ഞ് വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്നു. ഞാനും നിങ്ങൾ പാപം ചെയ്യുന്ന ദേഹി മരിക്കണമെന്ന് പറഞ്ഞ ആ സ്ഥാനത്ത്, ഞാനും നിങ്ങൾ മരിക്കേണ്ടിയിരുന്ന സ്ഥാനത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ മരിക്കാനിടയായി. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ വചനം പറയുന്നത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഹല്ലേലൂയ നിത്യജീവൻ കർത്താവ് നമുക്ക് നൽകുകയാണ്. എന്റെ ശബ്ദപരിധിക്കുള്ളിൽ ആരെങ്കിലും ഈ സുവിശേഷ സത്യം കേട്ട് നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ, പല പ്രാവശ്യം ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നുവെങ്കിൽ, ഞാൻ പാപിയാണ്, ഹല്ലേലൂയ, ഞാൻ പാപിയാണ്, എന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ 2000-ൽ പല വർഷങ്ങൾക്ക് മുൻപ് യേശു തമ്പുരാൻ ഉലകത്തിലേക്ക് വന്നു. ഹല്ലേലൂയ. അവിടെ നിന്ന് നമുക്ക് വേണ്ടി മരിച്ച നിമിത്തം നമുക്ക് നിത്യജീവൻ പ്രാപിക്കാനിടയായി. ഹല്ലേലൂയ. സാധാരണ ജീവനല്ല, ഇറ്റേണൽ ലൈഫ്, നിത്യജീവൻ, എൻഡ്ലെസ് ലൈഫ്. ഹല്ലേലൂയ. നിത്യജീവൻ ഹല്ലേലൂയ ലഭിക്കാനിടയായി. ഹല്ലേലൂയ. യേശു കർത്താവ് മരിക്കുന്നതിന് മുൻപ് തന്നെ പത്രോസ് അതിനെക്കുറിച്ച് കണ്ടിട്ട് ഇങ്ങനെ പാടി, നിത്യജീവമൊഴികൾ നിന്നിലുണ്ടു പരരേ, നിത്യജീവമൊഴികൾ നിന്നിലുണ്ടു പരരേ, നിന്നെ വിട്ടിട്ടാടി ഞങ്ങൾ എങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടാടി ഞങ്ങൾ എങ്ങു പോയി വസിക്കും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശ്വരേ, നീയല്ലാതില്ല ഭൂമി ആശ്രയിപ്പാരാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശ്വരേ. ഹല്ലേലൂയ. കരങ്ങളുടെ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആത്മീയ മരണം സംഭവിച്ച മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ദൂരെ പോയി. എന്നാൽ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കാനായിട്ട് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് ദോഷികളായ എനിക്ക് വേണ്ടി, ദോഷികളായ നമുക്ക് വേണ്ടി, ദോഷിയായ എനിക്ക് വേണ്ടി, ദോഷികളായ നമുക്ക് വേണ്ടി അവിടുന്ന് യാഗമായി തീർന്നിരിക്കുകയാണ്. Praise the Lord. Hallelujah. Hallelujah. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ കർത്താവ് അവസരം നൽകുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴാണ് ആത്മീയത്തിൽ നമ്മൾ ജനിക്കുന്നത് കർത്താവിന്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്ന സമയത്ത്, അങ്ങനെ നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതും. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് അതുകൊണ്ട് പറയുന്നത്, ഹല്ലേലൂയ, നമ്മുടെ പൗരത്വമോ സ്വർഗ്ഗത്തിലാകുന്നു. ഹല്ലേലൂയ. അവിടെ നിന്ന് കർത്താവ് യേശു ക്രിസ്തു വരും. നമ്മൾ ആദ്യം വായിച്ച വാക്യം ഹല്ലേലൂയ പറഞ്ഞ് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ഓർമ്മയുണ്ടെന്ന് കരുതുന്നു. എബ്രായ ലേഖനം അതിന്റെ 9-27 വാക്യമാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്ന ആ സമയം വരെയുള്ള സകല പാപങ്ങളും കർത്താവ് നമ്മിൽ നിന്ന് മാറ്റിക്കളയും. സങ്കീർത്തനത്തിൽ പറയുന്നത്,
ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അത്രയും ദൂരത്തിൽ കർത്താവ് നമ്മുടെ പാപങ്ങളെ അകറ്റിയിരിക്കുകയാണ്. നമ്മുടെ പാപങ്ങളെ കർത്താവ് കെട്ടി സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് ഇട്ടിരിക്കുകയാണ്. യേശുവിൽ വിശ്വസിക്കുന്ന ഏതൊരു മഹാപാപിക്കും വിശ്വസിക്കുന്ന ആ സമയം വരെ ചെയ്ത കൊലപാതകനായിരിക്കാം, വ്യഭിചാരിയായിരിക്കാം, അനുസരണക്കേട് കാണിച്ചവനായിരിക്കാം, ഹല്ലേലൂയ, എന്നാൽ കർത്താവ് പറഞ്ഞതുപോലെ ഞാനും നിന്നെ വിധിക്കുന്നില്ല, ഇനി മേലാൽ പാപം ചെയ്യരുത്. ഹല്ലേലൂയ. കർത്താവ് വിധിക്കാനല്ല അന്ന് വന്നത്. ഹല്ലേലൂയ. തെറ്റുകാരെ തെറ്റിൽ നിന്ന് മോചിപ്പിക്കുക, പുണ്യാഹരത്താൽ കഴുകാനായിട്ട്, രക്തം ചീന്താനായിട്ട് കർത്താവ് വരാൻ ഇടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്ന അതുവരെയുള്ള സകല പാപങ്ങളെയും കർത്താവ് നമ്മിൽ നിന്ന് മായ്ച്ചു കളയും. നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ പാപങ്ങൾ എത്ര കടിച്ചുവപ്പായിരുന്നാലും ഹല്ലേലൂയ ഹിമം പോലെ വെളുപ്പിക്കും. ഹല്ലേലൂയ. രക്താംബരം പോലെ ആയിരുന്നാലും അത് പഞ്ഞി പോലെ ഹിമം പോലെ വെളുപ്പിക്കും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് that kind of power, അങ്ങനെയുള്ള പവർ യേശു കർത്താവിന്റെ ഹല്ലേലൂയ രക്തത്തിനുണ്ട്. ഇന്നും രക്ഷിക്കപ്പെട്ടതിന് ശേഷവും നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും വരുന്ന സമയത്ത് ഹല്ലേലൂയ, ഞാൻ എൻ്റെ ജീവിതത്തിൽ തെറ്റുണ്ട്, കുറ്റമുണ്ട്, ബലഹീനതയുണ്ടെന്ന് ബോധ്യമുള്ളവർക്ക് യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. ഞാൻ പാപിയല്ല, ഞാൻ തെറ്റുകാരനല്ല, എന്നിൽ കുറ്റമില്ലെന്ന് പറയുന്നതാണ്. അകൃത്യം മറച്ചു വയ്ക്കുന്നതിന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ഹല്ലേലൂയ. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ ഇവിടെ നിർത്തട്ടെ. യേശു കർത്താവ് 2000 വർഷങ്ങൾക്ക് മുൻപ് വന്നത് നമ്മുടെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് കർത്താവ് വന്നു. നമുക്ക് വേണ്ടി യാഗമാകാനായിട്ട് കർത്താവ് വന്നു. ലേഖനം 9:27 ഞാൻ വായിച്ചത്. 28 വാക്യത്തിൽ വായിക്കുന്നത് ഇനി കർത്താവ് വരും അല്ലെ. എന്തിനാണ് കർത്താവ് വരുന്നത്? ഹല്ലേലൂയ. സ്തോത്രം. എന്താണ് ഇതിനാണ് കർത്താവ് വരുന്നത്? തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. പാപം കൂടാതെ തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ട് കർത്താവ് വരും എന്ന് പറഞ്ഞു. മനസ്സിലായോ? തമിഴിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മലയാളത്തിൽ തെറ്റായിട്ട് ഒരല്പം ട്രാൻസ്ലേഷൻ പ്രശ്നമുണ്ട്. മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ, പാപം കൂടാതെ കർത്താവ് വീണ്ടും വരും, തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവർ രക്ഷയ്ക്കായി പാപം കൂടാതെ വീണ്ടും പ്രത്യക്ഷനാകുമെന്നാണ്. എന്നാൽ അങ്ങനെയല്ല, തനിക്ക് വേണ്ടി പാപം കൂടാതെ കാത്തു നിൽക്കുന്നവർ രക്ഷയ്ക്കായി കർത്താവ് രണ്ടാമതും വരും. ഒരിക്കൽ കർത്താവ് വന്നു. എന്തിനായിട്ട് വന്നു? നമ്മെ രക്ഷിക്കാനായിട്ട് കർത്താവ് വന്നു. രക്ഷിതാവായി വന്നു. രക്തം ചൊരിയാനായിട്ട് വന്നു. നമുക്ക് വേണ്ടി അടിയേൽക്കാനായിട്ട്, നിന്ന സഹിച്ച് നമ്മെ രക്ഷിക്കാനായിട്ട് കർത്താവ് വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്ഷിതാവിനെ കാണുക. പാപി, നിന്റെ മേൽ കലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു എന്ന് ഹല്ലേലൂയ ഭക്തൻ പാടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു കർത്താവിൽ വിശ്വസിക്കുന്ന ഞാൻ പാപിയാണ്, എന്റെ പാപത്തിൽ നിന്ന് മോചിക്കാൻ യേശു കർത്താവ് വന്നു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ, അത് ഏറ്റുപറയുമ്പോൾ നമുക്ക് രക്ഷിക്കപ്പെടാൻ ഇടയാകുന്നു. എന്റെയും നിങ്ങളുടെ പേര് ജീവൻ പുസ്തകത്തിൽ എഴുതുന്നു. പാപി എന്ന പേര് നമ്മൾ മാറ്റി നമ്മെ പരിശുദ്ധരാക്കി മാറ്റി. ഹല്ലേലൂയ. കർത്താവിന്റെ മക്കളാക്കി നമ്മെ മാറ്റി. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ ഇതാ പോകുന്നു, പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കുക. വിശ്വസിച്ചവരോട് പറഞ്ഞ കാര്യമാണ്. ഞാൻ പോയി സ്ഥലമൊരുക്കിയിട്ട് വീണ്ടും വന്ന് നിങ്ങളെ എന്റെ അടുക്കലേക്ക് ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. അതാണ് ഇബ്രാഹിം പറഞ്ഞത്. പാപം കൂടാതെ കാത്തു നിൽക്കുന്നവർ രക്ഷയ്ക്കായി കർത്താവിതാ വരാൻ പോവുകയാണ്. നാളും താഴുകയും അറിഞ്ഞുകൂടാ, വരുവാനുള്ളവൻ വരും, താമസിക്കുകയും ഇല്ല. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് വരും. നമ്മൾ ചെയ്യേണ്ടത്, നിന്റെ കർത്താവിനെ എതിരേൽപ്പാൻ നീയും ഒരുങ്ങിക്കൊള്ളുക എന്നാണ് കർത്താവ് വചനം പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് ഒരുക്കാൻ പറ്റുന്നത്? ഒന്നുകിൽ നമ്മൾ മരണം വഴിയായി, ശാരീരിക മരണത്തിലൂടെ നമ്മൾ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് ആയാൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് എടുത്തുകൊള്ളപ്പെടാനിടയായി തീരും. 1 തെസ്സലോനിക്ക ലേഖനം അതിന് 4-ാം അധ്യായം 16-ാം വാക്യം തുടങ്ങി കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ കർത്താവ് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരും. സ്തോത്രം. ഹല്ലേലൂയ. പേർ വിളിക്കും, നേരം കാണും, എൻ പേരും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ പേര് വിളിക്കും. ഹല്ലേലൂയ. നൊടിയിടയിൽ പരിശുദ്ധന്മാർ പറന്നു പോകുമേ, പറന്നു പോകുമേ, ഞാനും പറന്നു പോകുമേ. കാലം ഇനി അധികമില്ല. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോട് ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ കർത്താവ് ഇറങ്ങി വരും. ഹല്ലേലൂയ. കർത്താവിൽ മരിച്ച മൃതന്മാരെന്ന് ജീവിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. യുവാക്കളായ മഞ്ഞ്, ഹല്ലേലൂയ, നിനക്ക് ഉഷസിന്റെ ഉദരത്തിങ്കൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് പുറപ്പെട്ടു വരുമെന്ന് സങ്കീർത്തനത്തിൽ നിന്ന് കാണാൻ കഴിയും. ഉഷസിന്റെ ഉദരത്തിൽ നിന്ന് നിനക്ക് യുവാക്കളായ മഞ്ഞ് പുറപ്പെട്ടു വരും. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ഒരുപക്ഷങ്ങൾ മരിച്ചത് തലമുടിയൊക്കെ നിറച്ച് ക്ഷീണിച്ച്, ഹല്ലേലൂയ, രോഗാതുരമായ ശരീരത്തോട് മരിച്ചവരായിരിക്കാം. എന്നാൽ കർത്താവിന്റെ നാളിൽ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നത് യുവാക്കളായിട്ടാണ്. ഉഷസിന്റെ ഉദരത്തിങ്കൽ നിന്ന് യുവാക്കളായ മഞ്ഞ്, ഹല്ലേലൂയ, നിനക്ക് പുറപ്പെട്ടു വരും. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പറയുന്നത്, ഹല്ലേലൂയ, 7 വിധമായ, ഹല്ലേലൂയ, ബലഹീനതയുള്ള ശരീരമാണ് നമ്മുടെ ശരീരം. എന്നാൽ കർത്താവായ യേശുക്രിസ്തു വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നതായ ശരീരം 7 വിധമായ ഗ്ലോറിയസ് ബോഡി. ഹല്ലേലൂയ. ഇന്ന് പരിമിതമായ പരിമിതികളോടുകൂടി ഞാനും നിങ്ങൾ ജീവിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ വീണ്ടെടുപ്പിന്റെ പൂർത്തീകരണ സമയത്ത്, രക്ഷയുടെ പൂർത്തീകരണ സമയത്ത് ഇന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുന്ന നാം കർത്താവായ യേശുക്രിസ്തു വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ, സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് വിശുദ്ധിയോടെ ജീവിക്കുന്ന നമ്മൾ ഒരു ദിവസം കർത്താവിന്റെ നാളിൽ, ഹല്ലേലൂയ, രക്ഷയുടെ പൂർത്തീകരണം നടക്കാൻ പോകുകയാണ്. അന്ന് ഉഷസിന്റെ ഉദരത്തിൽ, ഹല്ലേലൂയ, പ്രഭാതത്തിൽ, ഹല്ലേലൂയ, പ്രഭാതത്തിൽ, പ്രത്യാശയുടെ പ്രഭാതത്തിൽ ഞാനും നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രത്യാശയോടെ നമുക്ക് കരങ്ങളെ താട്ടി ഒരല്പസമയം ആത്മാവിന്റെ നിലവില് കർത്താവിനെ ആരാധിക്കുക. ഹല്ലേലൂയ. 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 പേര് വിളിക്കുന്ന നേരത്ത്, ഹല്ലേലൂയ, എന്റെ പേര് കാണും. കർത്താവ് ഗംഭീരനാദത്തോടെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ ദൈവത്തിന്റെ കാഹളത്തോടെ കൂടെ ഇതാ, ഹല്ലേലൂയ, കർത്താവ് വരാൻ പോവുകയാണ്. കാഹളം കാതുകളിൽ ധ്വനിക്കാൻ സമയമായിരിക്കുന്നു. ആകയാൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ. ഹല്ലേലൂയ. കൃപയിൽ നിന്ന് കൃപയിലേക്ക്, ഹല്ലേലൂയ, അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക്, ഞാൻ